എല്ലാ ദിവസവും രാവിലെ 5:30-ക്ക് 14 വയസ്സുള്ള അർജുൻ പകുതി ബോധത്തോടു കൂടിയിട്ടാണ് ബെഡിൽ നിന്ന് എണീക്കുന്നതും സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുന്നതും. അർജുൻ്റെ സ്കൂള് തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്കാണ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ട്യൂഷന് പോകാനുണ്ട്. 9ാം ക്ലാസ്സിൽ തന്നെ 10ാം ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള പ്രിപ്പറേഷനും കൂടി തുടങ്ങിയതുകൊണ്ട് സമയം മാനേജ് ചെയ്യാനാണ് അർജുന് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. രാത്രി 10 മണിക്ക് നേരത്തെ പോയി കിടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ 12 മണി വരെ സീലിംഗ് ഫാൻ കറങ്ങുന്നത് നോക്കി കിടക്കുകയാണ് ചെയ്യുക. കാരണം ഉറക്കം വരില്ല. പുതിയ സ്കൂളിലേക്ക് മാറിയതിന് ശേഷമാണ് അർജുൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇത്രയും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൊട്ട് മുമ്പേ പഠിച്ച സ്കൂളിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിരുന്ന അർജുൻ്റെ അക്കാഡമിക് പെർഫോമൻസ് കുറയാൻ തുടങ്ങി. ലെസൺസ് പഠിക്കുന്നതെല്ലാം പെട്ടെന്ന് മറന്നുപോകും. പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങളും മൂഡ് സ്വിങ്സും അർജുൻ നേരിടാൻ തുടങ്ങി. പക്ഷെ അർജുൻ്റെ പാരൻസിന് ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവർ വിചാരിച്ചത് അർജുന് കൂടുതൽ പഠിക്കാനുള്ളതുകൊണ്ട് അർജുന് മടി കൂടി, അർജുൻ്റെ ഡിസിപ്ലിൻ കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റിയിൽ അർജുന് അത്യാവശ്യം വേണ്ട സ്ലീപ്പിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമാണ് കുറഞ്ഞു വന്നത്. പ്രത്യേകിച്ചും REM സ്ലീപ്പിൻ്റെത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇത് അർജുൻ്റെ മാത്രം കഥയല്ല. 13 മുതൽ 18 വയസ്സുള്ള അധിക കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഈ പ്രശ്നത്തിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങുന്ന സ്കൂളോ അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് വിടുന്ന ട്യൂഷൻ ക്ലാസ്സസ് ഒക്കെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും, പാരൻസിന് അവരുടെ കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നല്ല ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. അർജുൻ്റെ പാരൻസ് സ്ലീപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷം അർജുൻ്റെ കാര്യത്തിലും കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ലീപ്പ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെയല്ല. ടീനേജേഴ്സിനും അഡോളസെൻ്റ് പ്രായത്തിലുള്ള കുട്ടികൾക്കും അവരുടെ സർക്കേഡിയൻ റിതത്തിൽ വ്യത്യാസങ്ങളുണ്ട്. സർക്കേഡിയൻ റിതം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ക്ലോക്ക് പോലെയാണ്, നമ്മളുടെ ബ്രെയിനിലാണുള്ളത്. നമ്മളുടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഏത് സമയത്താണ് ഉറങ്ങുന്നത്, ഏത് സമയത്ത് എണീക്കുന്നു, നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സർക്കേഡിയൻ റിതമാണ്. ഈ സർക്കേഡിയൻ റിതം എന്താണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കാർഡ്സിലുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ടീനേജേഴ്സിൻ്റെയും അഡോളസെൻ്റ് പ്രായത്തിലുള്ള കുട്ടികളുടെയും കാര്യത്തിലേക്ക് വരുമ്പം സർക്കേഡിയൻ റിതം അഡൽട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിലേഡ് ആണ്. ഇവർക്ക് രാത്രി ഉറക്കം വരുന്നത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരിക്കും. ഇവർക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നതും കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരിക്കും. ഇത് ഇവരുടെ മടി കാരണമല്ല, ഈ സർക്കേഡിയൻ റിതത്തിലുള്ള ചേഞ്ചസ് കാരണമാണ്. മെലറ്റോണിൻ പോലത്തെ ഹോർമോൺസിൻ്റെ മാറ്റങ്ങൾ കാരണമാണ്. ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണെന്നുള്ളത് പാരൻസും കുട്ടികളും ടീച്ചേഴ്സും മനസ്സിലാക്കുന്നത് നല്ലതാണ്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇതൊരു സ്ലീപ്പ് ഹോർമോണാണ്. ഇത് പീക്ക് ചെയ്യുന്നത് രാത്രി 9 മണി സമയത്തായിരിക്കും. അപ്പോൾ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ നേരത്തെ തന്നെ ഉറക്കം വരും. കാരണം സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന, സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഹോർമോണും കൂടിയാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. പക്ഷേ അഡോളസെൻറ്റും കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊന്നും അങ്ങനെയല്ല. ഇവരുടെ മെലറ്റോണിൻ ലെവൽ പീക്ക് ചെയ്ത് തുടങ്ങുന്നത് 11 മണിക്ക് ശേഷമാണ്. ഇനി സ്ലീപ്പ് സ്റ്റേജസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ NREM സ്ലീപ്പ് ഉണ്ട്, REM സ്ലീപ്പ് ഉണ്ട്. REM സ്ലീപ്പ് സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണെങ്കിലും സ്ലീപ്പിൻ്റെ അവസാനത്തെ സ്റ്റേജസിലേക്കായിട്ടാണ് ഉണ്ടാവാറ്. അതായത് ഉറങ്ങി എണീക്കാൻ പോകുന്ന സമയത്തേക്ക്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇവർ നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മണിക്കോ 6 മണിക്കോ ഈ സമയത്തൊക്കെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ REM സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയാണ് കുറയുന്നത്. REM സ്ലീപ്പിൻ്റെ ഡ്യൂറേഷനും കുറയുന്നുണ്ട്. ഇതിനനുസരിച്ച് ഇവരുടെ ക്രിയേറ്റിവിറ്റി കുറയും. REM സ്ലീപ്പിലാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ഇവരുടെ പെർഫോമൻസ് കുറയും. ഇവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. REM സ്ലീപ്പ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അത്യാവശ്യം വേണ്ടതാണ്. ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും REM സ്ലീപ്പിൻ്റെ സ്റ്റേജസിൻ്റെ ഡ്യൂറേഷനും ക്വാളിറ്റിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലേറ്റായി കിടന്നുറങ്ങി നേരത്തെ എണീക്കുന്ന കുട്ടികൾക്ക് ഇവരുടെ REM സ്ലീപ്പാണ് നഷ്ടപ്പെടുന്നത്. ഇത് കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റിനെയും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെയും റിയാക്ഷൻ ടൈം ഇങ്ങനെ പല കാര്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ REM സ്ലീപ്പ് കുറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചില സ്കൂളുകളുടെ സ്റ്റാർട്ടിംഗ് ടൈമാണ്. ചില സ്കൂളുകൾ രാവിലെ 7 മണിക്ക് തുടങ്ങുന്നുണ്ട്, 7:30-ക്ക് തുടങ്ങുന്ന സ്കൂളുകളുണ്ട്. ഇത്തരത്തിലുള്ള സ്കൂളിൻ്റെ ടൈം മാറ്റാനല്ല എൻ്റെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ വിടണോ വേണ്ടേ എന്നുള്ളത് പാരൻസിന് ഡിസൈഡ് ചെയ്യാം. 8:30, 9 മണിക്കൊക്കെ തുടങ്ങുന്ന സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസ് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യുന്നത്, അവരുടെ മെൻ്റൽ എബിലിറ്റിയും ഇമോഷൻസ് അവർക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവും ഇതെല്ലാം മെച്ചപ്പെടുന്നുണ്ട്. ഇത് ഇവർക്ക് സ്കൂൾ പാസ്സായി കോളേജിൽ എത്തുന്നത് വരെ മാത്രമല്ല, ഇവരുടെ ഫ്യൂച്ചറിനെ പോലും സാരമായി ബാധിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അധിക പാരൻസും ടീച്ചേഴ്സൊന്നും ഈ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, പലതരത്തിലുള്ള സയൻറ്റിഫിക് റിസർച്ചസിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. സ്ലീപ്പ് ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മാത്യു വാക്കർ എഴുതിയിട്ടുള്ള ബുക്കുണ്ട്. വൈ വി സ്ലീപ്പ് എന്നാണ് ബുക്കിൻ്റെ പേര്. ഈ ബുക്കിലും ഈ വിഷയം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ ഈ ബുക്ക് വായിക്കാം. ബുക്കിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഈ ബുക്കിൽ പറയുന്നത് ഈവൺ 1 മണിക്കൂർ സ്കൂളിൻ്റെ ടൈം ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 8:30, 9 സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മെൻ്റൽ എബിലിറ്റിയും കോഗ്നിറ്റീവ് പവറും ലേണിങ്ങും
അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഇൻഡയറക്ട്ലി കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിയും, അതായത് രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എത്ര ദിവസമാണോ ഒരു വർഷത്തിൽ ആബ്സെൻ്റ് ആവുന്നത്, ആ ആബ്സെൻറ്റീസത്തിൻ്റെ എണ്ണം കുറച്ചു നിർത്താനും ഈവൻ റോഡ് ട്രാഫിക് ആക്സിഡൻസ് പോലും കുറയ്ക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾ കുട്ടികളെ വിടുന്നത് 8:30 അല്ലെങ്കിൽ 9 മണിക്ക് തുടങ്ങുന്ന സ്കൂളിലായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് രാവിലെ 5:30ക്കും 6 മണിക്കൊക്കെ ട്യൂഷൻ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും കുട്ടികളെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുട്ടികളുടെ REM സ്ലീപ്പ് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഉറക്കം എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഇത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യം വേണ്ടതാണെന്നുള്ള കാര്യം പാരൻസ് മനസ്സിലാക്കണം. ഉറക്കം എന്ന് പറയുന്നത് ലേസിനെസ്സിൻ്റെയോ മടീൻ്റെയോ ലക്ഷണമല്ല. നിങ്ങളുടെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ട്യൂഷൻസ് അവോയ്ഡ് ചെയ്യാം. സ്കൂളിൻ്റെ ചോയ്സസ് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാം. കുറച്ചും കൂടി ലേറ്റായി തുടങ്ങുന്ന സ്കൂളുകളിൽ തന്നെയാണ് കുട്ടികൾക്ക് നല്ലത്. REM സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ പുറമെ കുട്ടികൾക്ക് ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ ഉണ്ടാവാം, സൂയിസൈഡൽ ടെൻഡൻസീസ് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇത് കുട്ടികളുടെ ലൈഫിനെ പോലും ബാധിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇത് പാരൻസും ടീച്ചേഴ്സും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുമാണ്. അർജുൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അർജുൻ്റെ പാരൻസ് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഇയർ അർജുൻ്റെ സ്കൂൾ മാറ്റി. ഈ സ്കൂള് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം 9 മണിക്കായിരുന്നു. പുതിയ സ്കൂളിലെത്തി കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ അർജുൻ്റെ പെർഫോമൻസിലുള്ള മാറ്റങ്ങൾ പാരൻസിന് മനസ്സിലായി തുടങ്ങി. അർജുന് കൃത്യമായി ഉറക്കം കിട്ടാൻ തുടങ്ങി. അർജുന് സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കൂടി. അർജുൻ്റെ അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അർജുൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സിനടുത്ത് ചോദിക്കാൻ അർജുൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്കൂളിൻ്റെ പ്രശ്നം മാത്രമല്ല, ഡിസിപ്ലിൻ്റെ പ്രശ്നമല്ല, ലേസിനെസ്സിൻ്റെ പ്രശ്നമല്ല, അർജുൻ്റെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ ഈ പറഞ്ഞ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ ഫാമിലിയിലും കുട്ടികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ആ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ലീപ്പിനെ കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് മുമ്പേ യൂട്യൂബിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് പാരൻസിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന 70% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.